എന്താ പറയുക, ഞാനൊരു എന്താ പറയുക അമ്പലവാസിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വല്യച്ഛൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം, ഗിരിച്ചേട്ടനും ഗോപൻ ചേട്ടനും. അപ്പോൾ അവരുടെ കൂടെ ശാഖയിലൊക്കെ പോയിട്ടുണ്ട്. അത് വേറൊരു ട്രാക്ക്. അപ്പം ഞാൻ തന്നെയാണോ ഇതെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ എൻ്റെ ലൈഫ് പോയിട്ടുള്ളത്. ശാഖയും ശാഖയിൽ ITC OTC എന്നൊക്കെ പറഞ്ഞ ക്യാമ്പുണ്ട്. അപ്പോൾ ITC ക്യാമ്പിലും OTC ക്യാമ്പ് വരെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഈ അങ്ങനെ പോയ ഒരാളെങ്ങനെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായി, പെട്ടെന്ന് എങ്ങനെ തെരുവ് നാടകത്തിലേക്ക് എത്തിയെന്ന് പലപ്പോഴും ലോജിക്ക് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ലോജിക്കുകൾ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ കൗമാരത്തിലേക്ക് കയറിയും ഈ RL സ്കൂളിലെ ജീവിതം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ കയറി വരും. അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോയമ്പത്തൂർ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. കോയമ്പത്തൂർ പോകുന്നത് തോപ്പിലാണെന്ന് അമ്മൂമ്മ താമസിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഫാമിലി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു ഫാമിലി വരികയാണ് വീട്ടിലേക്ക് ഗസ്റ്റായിട്ട്. അത് വരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളല്ല, സ്ഥിരം കാണുന്ന മുഖമല്ല, സ്ഥിരം പറയുന്ന ഭാഷയല്ല കേൾക്കുന്ന തമിഴാണ്. തമിഴ് നമ്മൾ പറയുന്ന തമിഴ്, ഞങ്ങൾ വീട്ടിൽ പറയുന്ന തമിഴ്. നീ എങ്ക പോയിരുന്നാ, നീ എന്നെ ഇത്ര നേരം വൈകുന്നത്, ഇങ്ങോട്ട് വാടാ, ചോറുണ്ടയാ, ഇതൊക്കെയാണ് ഞങ്ങളുടെ തമിഴ്. പക്ഷെ അതല്ലാണ്ട് இல்லைங்க நான் ரொம்ப நாளாக ஆச்சு இங்கே வரணும்னு பார்த்துட்டே இருந்தேன், ஆனால் இப்போ தான் எனக்கு வர முடிஞ்சுது എന്നൊക്കെ പറയുന്ന ഈ തമിഴ് വളരെ തമിഴന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ കാണുന്നതിൻ്റെ ഒരു കൗതുകം അന്ന്. അപ്പോൾ അവരുമായിട്ട് പെട്ടെന്ന് അവരുമായിട്ട് ഈ പറഞ്ഞ പോലെ അവരെ കൊണ്ടുപോയി പുഴ കാണിക്കാൻ കൊണ്ടുപോകൽ, ഷാപ്പ് കാണിക്കാൻ കൊണ്ടുപോകൽ, മറ്റത് കാണിക്കാൻ കൊണ്ടുപോകൽ, ഇങ്ങനെ അവരുടെ ഗൈഡായിട്ട് ഒന്ന് നടന്ന്. അപ്പോൾ കണ്ണൻ ശെൽവൻ എന്നാണ് ഈ രണ്ട് ചെറുപ്പക്കാരും. സുന്ദരി എന്നാണ് അവരുടെ, എൻ്റെ അമ്മയുടെ പേരും സുന്ദരി എന്നാണ്, അവരുടെ അമ്മയുടെ പേര് സുന്ദരി എന്നാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ വന്നതിൻ്റെ ഉദ്ദേശം, എൻ്റെ അമ്മാവൻ്റെ മകളെ രണ്ട് പെൺമക്കളാണുള്ളത്. ഒന്ന് ഗംഗയും രണ്ടാമത്തെ ചേച്ചി ചിത്ര. അപ്പോൾ ഈ ചിത്ര ചേച്ചിയെ വിവാഹം ആലോചിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിവാഹം ആലോചിച്ചു. അപ്പോൾ ഇവർ വന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി എന്നാണ്. പക്ഷേ സത്യത്തിൽ അതല്ലായിരുന്നു. അതിപ്പോൾ കൃത്യമായ ഓർത്തെടുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കല്യാണത്തിന് മുമ്പ് ആദ്യം പോകുന്നത് ഞാനാണ്. ചേച്ചി പോകുന്നതിന് മുമ്പേ എന്നെ അത് വെക്കേഷൻ ടൈമിലാണ് ഇവർ വരുന്നത്. ആ വെക്കേഷൻ ടൈമിൽ പോയിട്ട് ഞാൻ അമ്മ ഫോൺ ചെയ്തു. അന്ന് ഈ എന്താ പറയുക, നമ്മളിങ്ങനെ കറക്കി വിളിക്കുന്ന ഫോണുണ്ടല്ലോ, ആ ഫോണുണ്ട്. അപ്പോൾ ഇവർ ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർക്കാർ പണിത് കൊടുക്കുന്ന ലൈൻ കെട്ടിടങ്ങൾ. IOB കോളനി എന്നാണ് അവർ താമസിക്കുന്നത്. കോയമ്പത്തൂർ ശെൽവപുരം IODP കോളനി. IODP കോളനിയിൽ 5-ാം നമ്പർ O ബ്ലാക്ക് 5-ാം നമ്പർ വീട്. അപ്പോൾ ഈ 6-ാം നമ്പർ വീട്ടിലോ 7-ാം നമ്പർ വീട്ടിലോ ആണെന്ന് തോന്നുന്നു ഫോണുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചേക്കാണ്. ഫോൺ വിളിച്ചിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുക. അതെനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. അമ്മ, എടാ നീ ഇങ്ങോട്ട് വരില്ല, പേടിയാവുണ്ട് അങ്ങ് നിൽക്കി. ഇല്ലമ്മ, ഇങ്ങയൊക്കെ മലയാളികളാക്കുമ്മ, ഇങ്ങ ഒരു കുഴപ്പമില്ലമ്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര ശുദ്ധനായിട്ടുള്ള ഒരു മണികണ്ഠൻ. ഭയങ്കര എന്തോ നേടിയ പോലെയാണ്. കോയമ്പത്തൂരുമായിട്ട് ദുബായി പോയ പോലെയുള്ളൊരു തോന്നലായിരുന്നു. അതേപോലെ പോണ പോക്കും രണ്ട് സൈഡും മലകൾ കാണുന്നു, പാടം കാണുന്നു. ആ യാത്ര ഇപ്പോഴും മനസ്സിലുണ്ട്, ആ കാഴ്ച ഇപ്പോഴും മനസ്സിലുണ്ട്. അത് ഭയങ്കര ആനന്ദം തന്നത്. ഞാൻ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ കണ്ണടയ്ക്കാതെ ഇരുട്ടാവുന്നത് വരെ കണ്ണ് തുറന്നു പിടിച്ച് ഈ നാടിനെ, അത് എൻ്റെ നാടിൽ നിന്ന് കുറച്ച് വന്നാൽ ഉള്ള നാടാണ്, പാലക്കാടാണ് എന്നൊന്നും അറിയില്ല, എവിടെയോ ദൂരെ പോവാണ് എന്ന് വിചാരിച്ച് വലിയ യാത്ര ചെയ്യുന്ന ഒരാളെ പോലെ ഇങ്ങനെ കൗതുകത്തോടെ ഇരുന്ന് അതൊക്കെ കണ്ടു. അതുപോലെ അമ്മയുടെ ഫോൺ വന്നപ്പോൾ ഇങ്ങനെ വലിയ ആളായിട്ട് ധൈര്യവാനായിട്ട്, ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നുള്ളൂ, അമ്മ പേടിക്കണ്ട, ഇവിടെ എല്ലാ മലയാളികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ ഈ സുന്ദരിയത്ത സൈക്കിൾ വാടകയ്ക്ക് എടുക്കാനായിട്ട് പൈസ തരും. എന്നിട്ട് നീ ചവിട്ടിക്കോളാൻ പറയും. ഈ അണ്ണന്മാർ രണ്ടുപേരും, അതായത് ശെൽവാണ്ണനും കണ്ണാണ്ണനും പണിക്ക് പോവും, സ്വർണ്ണപ്പണിക്ക് പോവും. അപ്പോൾ
ഞാൻ ഈ സൈക്കിളെടുത്ത് ഈ കോളനി മുഴുവനും സൈക്കിൾ ചവിട്ടും. പിന്നെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് വേഗം തന്നെ അവരുമായിട്ട് അറിയാവുന്ന തമിഴൊക്കെ പറഞ്ഞ് കളിക്കാനൊക്കെ കൂടും. അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ സി ബ്ലോക്കിലോ എം ബ്ലോക്കിലെങ്ങാണ്ടോ ഒരു മുരിങ്ങാമരം മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഈ മുരിങ്ങയിലെല്ലാം ഒടിച്ചെടുത്തിട്ട് ഈ സൈക്കിളിൻ്റെ പുറകെ വെച്ചിട്ട് അവിടെ അതിന് മുമ്പ് ഈ തക്കാളി, ചിന്ന വെങ്കായം, തേങ്ങ ഒരു മുറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ഇത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് അവരുടെ ജീവിത മാർഗ്ഗമാണെന്ന് അവർ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിട്ട് അലച്ചാലാണ് അവർക്ക് 10 രൂപ കിട്ടുന്നതെന്ന് അതൊന്നുമല്ല. ഇവരെന്തോ ഒരു നമ്മളെ സെലിബ്രേഷൻ്റെ നാട്ടിൽ നിന്നാണല്ലോ വന്നേക്കണം. കാരണം തൃപ്പൂണിത്തുറ പുറത്തിറങ്ങിയ കലയാണ് വയറ്റിലടിച്ച് പാടുന്നവർ, ഓട്ടം തുള്ളൽ, ഈ പറഞ്ഞ തെരുവ് നാടകം, കാക്കാരിശി നാടകം, നാടൻ പാട്ട് എന്ന് പറയുന്ന. അപ്പോൾ അതേപോലെ ഇവിടെ എന്തോ ഒരു പെർഫോമൻസ് എന്നുള്ള നിലയിൽ ഇതിനെ ആസ്വദിക്കുക ചെയ്തത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ, ആ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു അവസരം ആദ്യം കിട്ടുന്നത് ഈ മുരിങ്ങാമരം ഒടിഞ്ഞ് കിടക്കുമ്പോൾ ഈ മുരിങ്ങയിലൊക്കെ പറക്കിയെടുത്തിട്ട് മുരിങ്ങാക്കീരേ മുരിങ്ങാക്കീരേ എന്ന് പറഞ്ഞ് ഈ മുരിങ്ങയില കച്ചവടം ചെയ്ത ഒരു ഓർമ്മ വളരെ എന്താ പറയുക സന്തോഷമായിട്ടും തമാശയായിട്ടും പങ്കുവയ്ക്കുന്നു. അപ്പോൾ പാട്ടിയും സുന്ദരിയത്തെയും കൂടി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു എന്നെ കൊണ്ടാക്കാൻ ആയിട്ട്. അപ്പോൾ ആ കല്യാണക്കാര്യത്തൊക്കെ ഒന്നും കൂടി സംസാരിച്ച് ഉറപ്പിക്കാനും കൂടി ആയിരിക്കാം. അങ്ങനെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി പഠനം തുടങ്ങുന്നു. അപ്പോൾ പഠിക്കാനുള്ള മടി ഓരോ കൊല്ലം കൂടുന്തോറും മടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പുസ്തകത്തിലേക്ക് നോക്കിയാൽ കണ്ണ് നിറയും, തലവേദന എടുക്കും, പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഉറക്കം, ഭയങ്കരമായ ഉറക്കം. പിന്നെ കൃത്യമായിട്ട് ഈ ഹാജർ വിളിക്കുന്നതിന് മുമ്പ് എത്തുക, ഈ ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യമായി പോവുക, അതൊന്നും എന്നെക്കൊണ്ട് പറ്റണില്ല. എനിക്ക് ഇത് ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചാടണമെന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങി. പരീക്ഷാ ഹാളിൽ, അതായത് ഞാൻ ഇതുവരെ ഒരു ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടില്ല. ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി ആ ടീച്ചർ ചെയ്തിട്ടുള്ള ചതിയായിരിക്കും. ടീച്ചറിൻ്റെ ജോലിയോട് ടീച്ചർ ചെയ്തിട്ടുള്ള ചതിയായിരിക്കും. കാരണം ഞാൻ എഴുതി ജയിച്ചു എന്ന് എനിക്ക് തോന്നണില്ല. കാരണം എനിക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യം വായിച്ചെടുക്കാൻ പറ്റിയാലല്ലേ അതിന് ഉത്തരം ഓർത്തെഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചോദ്യം വായിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും എഴുതി 2 പേപ്പർ 3 പേപ്പറൊക്കെ വാങ്ങിക്കും. എന്നിട്ട് ഇത് മുഴുവനും എഴുതി അങ്ങ് വെച്ചിട്ട് സമയം ഒപ്പിച്ച് എല്ലാവരും ഈ 1 മണിക്കൂറുണ്ടല്ലോ പരീക്ഷ. അപ്പോൾ അത് മുഴുവനും ഇരുന്ന് എഴുതി അങ്ങോട്ട് ഇറങ്ങി പോകാമെന്നല്ലാതെ ഇതുവരെ ഒരു ചോദ്യം, പിന്നെ കോപ്പി അടിച്ച് ഒരു 2 or 3 ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടാവും. അതും അക്ഷരത്തെറ്റ് കാരണം അതും തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പഠിപ്പിൽ ഇനിയും കൊല്ലം കളയാനില്ല എന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ പഠിപ്പ് നിർത്തി. ഈ വെക്കേഷനുകളിൽ പഠിക്കാൻ പോകുന്ന സ്വർണ്ണപ്പണി ഞങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതൽ ജനിച്ച് വീഴുന്നത് തന്നെ സ്വർണ്ണക്കണ്ടിയിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിലാണ് ജനിച്ച് വീഴുന്നതെന്ന് പറയാൻ സാധിക്കുന്നൊരു സമുദായമാണ് ഈ തട്ടാന്മാർ. കാരണം അത് സ്വന്തമാണോ വല്ലവൻ്റെ ആണോ എന്നുള്ളത് വലുതാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. സ്വന്തം തട്ടാത്തിയുടെ കഴുത്തിൽ ചരടേ ഉണ്ടാവുള്ളൂ, ഒരു മഞ്ഞ ചരടേ ഉണ്ടാവുള്ളൂ. പക്ഷേ വീട് നിറച്ചും സ്വർണ്ണമായിരിക്കും. അവരിടുന്ന വസ്ത്രം പോലും വാങ്ങിക്കാൻ, വില പറഞ്ഞ് വാങ്ങിക്കാൻ അരിപ്പക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മണ്ണരിക്കാൻ വരും. ഈ പള്ളിപ്പുറമ്പാവ് വീട്ടിൽ ഓർമ്മയിൽ ഇങ്ങനെ മണ്ണരിക്കാൻ വരുന്നൊരു അണ്ണനുണ്ടായിരുന്നു. അത് മണ്ണ് നമ്മൾ വിൽക്കുകയാണ്, ഇത്ര രൂപയ്ക്ക് വിൽക്കുകയാണ്. 1 കൊല്ലം 2 കൊല്ലം പണിയെടുത്ത മണ്ണ് നമ്മളടുത്ത് വില പേശി അവർ വാങ്ങിക്കും. അപ്പോൾ സ്വർണ്ണപ്പണി ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ തന്നെയാണ് അമ്മാവന്മാർ പണിതുകൊണ്ടിരുന്ന. ഈ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ കണ്ണി കൊഴുകുക എന്ന് പറയും, കോർക്കുന്നതിന് കൊഴുകുക എന്നാണ് പറയുക. കൊഴുകുക, ചന്ത് തിരിക്കുക, പൊടി വയ്ക്കുക. അതായത് ചെയിൻ പണിയാണെങ്കിൽ ഇങ്ങനെ മാട്ടുന്നതിനാണ് കൊഴുകുക എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ചന്ത് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുക, ഇതാണ് ചന്ത് തിരിക്കുക. ഇങ്ങനെ കൊഴുകിയിട്ട് ഈ ചന്ത് തിരിക്കും. ചന്ത് തിരിച്ചിട്ട്
പൊടി വയ്ക്കും. സ്വർണം തന്നെ കട്ടി മെഷീനിൽ കൊടുത്ത് തകിടാക്കിയിട്ട് നൈസ് തകിടാക്കിയിട്ട് ആ തകിട് വെട്ടി പൊടികളാക്കും. ആ പൊടി പൊങ്കാരത്തിൽ വെച്ചിട്ട് ചവണ വെച്ച്, അതായത് ഒരു ചില്ലിൽ ഈ പൊടി പൊങ്കാരത്തിൽ ഉണ്ടാവും. എന്നിട്ട് ഈ ചവണ വെച്ച് എടുത്ത് ഈ ചന്ത് തിരിച്ച ഈ കണ്ണികളിൽ ചന്തിൽ പൊടി വെച്ചിട്ട് ഇത് ഗ്ലോ പൈപ്പ് ഇങ്ങനെ വളഞ്ഞ് തുമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ പതുക്കെ പതുക്കെ അതാ ബ്രീത്ത് കൊടുക്കുന്നതൊക്കെ വളരെ നാക്കിലാണ്. നമ്മൾ ഒറ്റ ഊത്തല്ല, ആ ഊത്ത് പഠിച്ചെടുത്ത് ഇത് വിളക്കി കൃത്യമായി വിളക്കി എന്താ പറയുക, ആ ബലം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അതിങ്ങനെ ഫ്ലെക്സിബിളായിട്ടിരിക്കണം. അപ്പോൾ അത്തരം പണികളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പോലും ചെയ്യുന്ന അതൊക്കെ കണ്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് 7ാം ക്ലാസ് വരെ ഉള്ളൂ RLV സ്കൂളിൽ. പക്ഷെ ഞാനവിടെ അതിൽക്കാൽ കൂടുതൽ കൊല്ലം പഠിച്ച് ആകെ ബോറടിച്ച് 6ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഞാൻ നിർത്തി. ഏകദേശം നിർത്താമെന്നുള്ള തീരുമാനമായി. അപ്പോൾ എൻ്റെ ബുക്കൊക്കെ ഞാൻ കണ്ണനുണ്ട്, എൻ്റെ കൂടെ പഠിച്ച കണ്ണൻ KU, അതേപോലെ കണ്ണൻ PR, ലാസ്റ്റ് ബാച്ച് അവരായിരുന്നു. ഞാൻ തുടങ്ങിയത് ഏതോ ഒരു ബാച്ചിൽ, അവർ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു വീട്ടിൽ 2 ചേട്ടന്മാർ, അനിയത്തി, ഇവർ 3 പേരും എൻ്റെ ക്ലാസ്മേറ്റാണ്. രഞ്ജിത്ത്, ശ്രീജിത്ത്, രേഷ്മ. അങ്ങനെ അത്രയും നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ഉള്ള ബുക്കൊക്കെ ദാനശീലനാണ്. ഈ വെല്ലിച്ചനൊരു റോൾ മോഡലും കൂടിയാണ്. വെല്ലിച്ചൻ എല്ലാവർക്കും കൊടുക്കാനും, അതേപോലെ ഈ പറഞ്ഞ പോലെ റോഡിലേക്ക് ഇറങ്ങിയ എല്ലാ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും, കരിമുകളിൽ പാർട്ടി ഓഫീസിന് വേണ്ടിയിട്ട് വെല്ലിച്ചൻ സ്ഥലം കൊടുത്തു എന്നുള്ള കഥ. അപ്പോൾ ഈ വെല്ലിച്ചൻ്റെ ഒരു കമ്മ്യൂണിസം, വെല്ലിച്ചൻ അവിടെ പാർട്ടി ഓഫീസിൽ പോയിരിക്കും, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് വർത്താനം. അപ്പോൾ അത് സൈഡിലൂടെ അത് ഒരു സൈഡിൽ വളരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഭജനയ്ക്ക് പോക്കും ഈ ശാഖയും അത് വേറെ. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ചേട്ടനൊക്കെ വലുതായി, എല്ലാവരും ഒന്ന് പണിക്ക് പോകാൻ തുടങ്ങി. അമ്മ മുളക് പൊടി കമ്പനിയിൽ മുളക് പൊടി പാക്ക് ചെയ്യാൻ പോകുന്നു, അതേപോലെ തയ്യലുണ്ട്. അപ്പോൾ പള്ളിപ്പറമ്പ് കാവിൽ തന്നെ, അതായത് ഞങ്ങളുടെ തറവാടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, പുതുമന എന്ന് പറയും. പുതുമന ഭാസ്കരൻ ചേട്ടന് ഒരു കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞ് വീടുകൾ, ഒരു വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ ഒരു മുറി വേറൊരു ഫാമിലി, ഇപ്പുറത്തെ സൈഡിലെ മുറി ഒരു ഫാമിലി, അങ്ങനെ ഓരോ മുറികളായിട്ട് കൊടുത്തിരിക്കുന്ന അതേപോലത്തെ കുറേ വീടുകളുള്ള ഒരു കുറച്ചധികം സ്ഥലം. തൊട്ടപ്പുറത്ത് റെയിലാണ്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വെല്ലിച്ചൻ്റെ വീട്ടിൽ നിന്നും ഇതിനിടയ്ക്ക് വെല്ലിച്ചൻ മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കഥ സ്കിപ്പായി പോവും, അത് നമുക്ക് എല്ലാം ലൈവായിട്ട് പിടിക്കാൻ സംഭവങ്ങളുള്ളത് ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മാവനൊക്കെ കൂടി എടുത്തു തന്നൊരു വീടാണ്. അതിന് അന്ന് എന്തോ 200 രൂപ 250 രൂപയാണ് വാടക, 250 300. അതപ്പോൾ അമ്മയാണ് ലീഡ് ചെയ്യുന്നത്. അമ്മ ഈ മുളക് പൊടി കമ്പനി പോകുന്നുണ്ട്. അതൊരു ഈ പാട്ട പറക്കുന്നവരും അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഫ്രോഡൊക്കെ പരിപാടിയൊക്കെ ഉള്ളവരും, വളരെ സത്യസന്ധരായിട്ടുള്ളവരും, അതേപോലെ ഈ തേപ്പുകാർ, തമിഴന്മാർ, പിന്നെ ഒരു നിവൃത്തിയില്ലാതെ നല്ല നിലയിൽ ജീവിച്ചിട്ട് അവിടെ വന്ന് ജീവിക്കുന്നവരും, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു കോളനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത്. അവിടെ വന്ന് ഞങ്ങൾക്ക് പള്ളിപ്പറമ്പ് ഒരു പുതിയ സ്ഥലമല്ല, ഞങ്ങളെ അവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ചേട്ടന്മാരെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചേട്ടനെയും എന്നെയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടുത്തെ ജീവിതം തുടങ്ങി. അവിടെ അമ്മ ഭയങ്കര, അമ്മയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മ ഈ പറഞ്ഞാൽ അമ്മയുടെ ക്യാരക്ടറിനെ കുറിച്ച് അധികം ഞാൻ പറഞ്ഞില്ല, കാരണം അമ്മ ഭയങ്കര ഭക്തി ഉള്ളൊരു ആളാണ്. അമ്മുമ്മ വീട് എന്ന് പറയുന്നത് ഒരു ഭക്തിയുടെ കൂടാരമാണ്. അത് ഈ പള്ളിപ്പറമ്പാവിലെ അമ്മുമ്മയുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ മാരിയമ്മൻ പൂജ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം ചൂടാക്കിയിട്ട് മഞ്ഞക്കുളി കുളിക്കുക, പിന്നെ ഈ ഗ്ലാസ് ദേവം വരിക, ഗന്ധർവം വരിക, അങ്ങനെ സകലമായ ദൈവങ്ങളും വരുന്നൊരു വീടായിരുന്നു.
അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ പല എന്താ പറയുക പല പല കോമഡികളും നടന്നിട്ടുള്ളൊരു വീടാണ്. ചിറ്റയ്ക്ക് അമ്മയുടെ അനിയത്തി സുഖമില്ലാതെ ഇരുന്ന് മാനസികമായിട്ട് എന്തോ കണ്ട് പേടിച്ച് നില തെറ്റിയതാണ്. പക്ഷേ അത് മാനസിക നില ശരിയാവാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ കാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പം നമുക്കതൊന്നും അറിയില്ല, നമ്മളിത് ഒരു കളിയായിട്ടാണ് അന്ന് കാണുന്നത്. ഞാനും കുറേ ദൈവങ്ങളെയൊക്കെ തുള്ളിയിട്ടുണ്ട്, ഈ പറഞ്ഞ ഗന്ധർവനായിട്ടും ഗ്ലാസ് ദേവനായിട്ടൊക്കെ വേഷം കെട്ടാൻ ചെറുപ്പത്തിലേ സാധിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട്, ഗ്ലാസ് ദേവൻ എന്ന് പറയുന്നത് ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഈ വിരൽ വയ്ക്കും. നമ്മുടെ മറ്റേ ഓജോ ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരിപാടിയാണ്. ഗ്ലാസ് ദേവൻ എന്നാണ് അത് അമ്മൂമ്മ അന്ന് അവതരിപ്പിച്ചിരുന്നത്. അമ്മൂമ്മ എന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കും, അപ്പോൾ ഗ്ലാസ് ദേവൻ ഇങ്ങനെ അനങ്ങും, എന്നിട്ട് അപ്പോൾ നമ്മളോട് നോക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പുതുമനയിൽ റോട്ടിൽ നിന്ന് ഈ കോളനിയിലേക്ക് നോക്കി ആദ്യം കാണുന്ന വീട് ഞങ്ങളുടെ ആയിരുന്നു. അപ്പോൾ അമ്മ ആ ചെറിയ ഒരു മുറിയാണെങ്കിലും അത് ഈ ചാണകമൊക്കെ മെഴുകി മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് മുല്ലപ്പൂവും കുറച്ച് പൂക്കളൊക്കെ നട്ട് സന്ധ്യയാകുമ്പോൾ 6 മണി അമ്മ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ വിളക്ക് കത്തിച്ച് വയ്ക്കും. അപ്പോൾ ദൂരേന്ന് നോക്കിയാൽ തന്നെ ഭയങ്കര ഐശ്വര്യമായിരുന്നു. അപ്പോൾ സുന്ദരി ചേച്ചി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞ് പുകഞ്ഞവന്നെ ഈ മുളക് പൊടി കമ്പനിയിൽ ഇത് പാക്ക് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് സങ്കടത്തിലേക്ക് പോയി. കാരണം അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളതെന്ന് ഈ പറയുന്ന പെർഫോമൻസുകളൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ഈ 40 വയസ്സാവേണ്ട വന്നല്ലോ. ആ സ്ത്രീ ഈ 4 മക്കളെ വളർത്തിയ ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കാൻ 40-41 വയസ്സാവേണ്ട വന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം പെട്ടെന്ന് കയറി വന്നു. സോറി. അപ്പോൾ അങ്ങനെ പുതുമനയിലെ ജീവിതം. എൻ്റെ ചേട്ടന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. മൂത്ത ചേട്ടൻ മുരുകദാസ്, രണ്ടാമത്തെ ആൾ ഗണേശൻ, മൂന്നാമത്തെ ആൾ ശിവദാസ്. 4 പേരും കലാകാരന്മാരാണ്. മൂത്ത ആൾ പാട്ട് എഴുതുക, അതേപോലെ കഥകൾ എഴുതുക, ഇൻസ്ട്രുമെൻറ്റ്സ് ഉടുക്ക് വായിക്കും. രണ്ടാമത്തെ ആളും ഡാൻസ്, ഭരതനാട്യം. ഗണേശൻ അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സുകൾ വായിക്കുകയും പടം വരയ്ക്കുകയൊക്കെ ചെയ്യും. മൂന്നാമത്തെ ആൾ ശിവദാസ് ഇപ്പോൾ ചെന്നൈയിൽ ഭരതനാട്യം ധനഞ്ജയ മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ക്ലാസ്സൊക്കെ ചെയ്ത് അങ്ങനെ അദ്ദേഹവും പോകുന്നു. അപ്പം അങ്ങനെ ഈ 4 പേര്. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഹരിയപ്പൻ മാമൻ്റെ കടയിൽ, അതായത് അമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ്, കർത്തേടത്ത് ജ്വല്ലറിയിലാണ്. കർത്തേടത്ത് ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് കർത്തേടം ജ്വല്ലറിയുടെ പണിക്കാരാണ്. അപ്പോൾ അവിടെ പണി പഠിക്കാൻ പോയിരുന്നിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8:30 ആകുമ്പോൾ കട തുറക്കണം. 8-9 മണിക്ക് കട തുറക്കണം. കട തുറന്നാൽ ആദ്യത്തെ 1 മണിക്കൂറേ നമ്മുടെ റോളുള്ളൂ. ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ അടിച്ച് വാരുക. ചെറിയ ബ്രഷ് ഉണ്ടാവും, ആ ചെറിയ ബ്രഷിനെ അടിച്ച്, അതായത് ഈ സ്വർണ്ണപ്പണി സ്ഥലത്തെ മണ്ണിന് വിലയുള്ളതാണ്, അത് വെറുതെ ചവിട്ടി കളയാൻ പാടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അതേപോലെ അവിടെ ഇടുന്ന ഡ്രസ്സ് നമ്മൾ അവിടെ ഊരിയിട്ടിട്ടാണ് വരിക. നമ്മൾ ആ ഡ്രസ്സ് നമുക്ക് 1 കൊല്ലം കഴിയുമ്പോൾ അത് വില പറഞ്ഞ് വിൽക്കപ്പെടുന്ന വസ്ത്രമാണ് ഈ സ്വർണ്ണപ്പണി ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ അന്നത്തെ കാലത്ത്. അത് എന്താ പറയുക, ഒരുപാട് പണിയുള്ള പട്രകളിൽ പട്ര എന്നും കൂടി ഈ സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥലത്തിന് പട്ര എന്നും കൂടി പറയും. തമിഴ് വേർഡാണത്. ഇപ്പോൾ കൂത്തുപട്ര എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് പട്ര എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അടിച്ച് വാരുക. ഒരു കയറി ചെല്ലുന്ന ഇങ്ങനൊരു പെട്ടി പോലത്തെ ഒരു മുറി, ആ മുറി കഴിഞ്ഞ് ഇപ്പുറത്ത് വേറൊരു മാമൻ, ഗണേശൻ മാമൻ്റെ മുറി, അത് അടിച്ച് വാരി കഴിഞ്ഞ് അപ്പുറത്ത് വിളക്ക് കത്തിക്കുന്ന തൂക്കുവിളക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ അകത്തേക്ക് കൂടി പോയ കട്ടിങ്, മറ്റേ വളയ്ക്കൊക്കെ ഡിസൈനാണ് സത്യപ്പൻ മാമൻ. അവർ 4 പേരാണുള്ളത്, രാജൻ മാമൻ അങ്ങനെ. അപ്പോൾ സത്യൻ മാമൻ്റെ കട്ടിങ് മെഷീനുള്ള ഒരു മുറി. അപ്പോൾ അത് അദ്ദേഹം തന്നെ
ചെയ്യും. ആ മുറിക്ക് അകത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ബാക്കിയുള്ള മുറിയൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളം തളിച്ച് നിരപ്പോടിൽ ഉമി മാറണം. ഉമി മാറി അതിൽ കരിയിട്ട്, അതായത് ചോറിൽ കറി ഒഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ അവിൽ നമ്മൾ മലരിട്ട് ശർക്കര വയ്ക്കുന്ന പോലെ അത്രയും ഭയങ്കര രസമുള്ള, എന്താ കാണാനൊരു ഫ്രഷ്നെസ് തോന്നുന്ന ഒരു പരിപാടിയാണ്. ഈ ഉമി ഇങ്ങനെ മഞ്ഞ കളറിൽ ഉമി നിറച്ച് അതിങ്ങനെ കുത്തി നിറച്ച് കൈക്ക് കുത്തി അത് കറക്റ്റാക്കിയിട്ട് അതിൽ ഒത്തനടുക്ക് കരിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്നതിന് ശേഷം മാത്രം തീ കൊടുത്താൽ മതി. ഇതാണ് പഠിക്കുന്ന കാലത്തെ ആദ്യത്തെ പണി. പിന്നെ ഇറങ്ങി പോകുമ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം ഒതുക്കി വയ്ക്കുക, കട അടയ്ക്കുക. അപ്പോൾ പിന്നെ വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കുമ്പോൾ സന്ധ്യയ്ക്ക് 5 മണിയൊക്കെ 5:30 ഒക്കെ ആകുമ്പോൾ ചായ കുടിക്കാൻ വിടും. ചായ കുടിക്കാൻ ഹുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഒരു മസാല ദോശ അന്ന് ഭയങ്കര പ്രിയമായിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു. അപ്പോൾ അങ്ങനെ മസാല ദോശയും ചായയൊക്കെ കുടിക്കാൻ പൈസ തരും. അത് കുടിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണം. ഒരു 6 മണി 6:30 ആകുമ്പോൾ വിളക്ക് കത്തിക്കണം. അപ്പോൾ ആ പണി നിർത്തുന്നതിൻ്റെ ഒരു പ്രധാന, അവിടുത്തെ ആ പട്ര നിർത്താൻ കാരണം, വൈകുന്നേരം വിളക്ക് കത്തിക്കാൻ നിർത്തി ഈ തൂക്കുവിളക്ക് കത്തിച്ചിട്ട് ഇത് ആടി തിരി തെക്കോട്ട് പോയി. അപ്പം മാമൻ വന്ന് നോക്കിയപ്പോൾ തെക്കോട്ട് തിരിയിക്കുന്നു. അപ്പോൾ എനിക്ക് കിഴക്ക് തെക്ക് വടക്കൊന്നും നമുക്ക് നോട്ടമില്ലായിരുന്നു. തൂക്കുവിളക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിട്ടു. ഇത് തിരിഞ്ഞ് തെക്കോട്ടം കണ്ടുപോയി. അപ്പം മാമൻ വന്നിട്ട് ആരുടെ അമ്മേനെ കൊണ്ടുപോകാനാടാ തെക്കോട്ട് തിരി വെച്ചേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാതിൽ വീണില്ല. അമ്മേനെ കൊണ്ടുപോകാനാണോടാ തെക്കോട്ട് തിരി വെച്ചേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ അമ്മേനെ കൊണ്ടുപോകാനാന്ന് പറഞ്ഞിട്ട് മാമനായിട്ട് തമ്മിൽ തല്ലി. അത് മാമൻ കേട്ടോ അതോ ഞാൻ പറഞ്ഞത് മാമൻ കേട്ടില്ലേ? അതിന് ചൊല്ലി പിന്നീട് അദ്ദേഹം അതിന് വേറെ പരിഭവമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ അന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെയാണ് അവിടെ പണി നിർത്തിയത്. അതായത് അടിച്ച മദ്യം അങ്ങോട്ട് ഇറങ്ങിപ്പോയി, വേയർത്തു, വേഗം ചാടി എണീറ്റു. അത് പരാജയപ്പെട്ടു. അപ്പോൾ ട്രെയിനിന് തലവയ്ക്കാൻ സാധിച്ചില്ല. പിന്നെ പല സ്ഥലങ്ങളിലും കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു. അതും പല രീതിയിൽ പരാജയപ്പെട്ടു. ഒന്ന് കൊമ്പടിഞ്ഞു പോയി.